നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 628th day. Today 20th sloka of 4th chapter Pradhamaskandam. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 628ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. ഋഗ്യജുർസാമദർവാക്യ വേദാ ചത്വാര ഉദ്ധൃതാ ഇതിഹാസപുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. ഓം തത്സത്. ഋഗ്യജുർസാമ അഥർവാക്യോ വേദാ ചത്വാര ഉദ്ധൃതാ ഇതിഹാസപുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. ഓം തത്സത്. ഋഗ്യജുസ്സാമ അഥർവാക്യോ ചത്വാര വേദ വേദാ ചത്വാര ഉദ്ധൃത ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. ഋഗ് യജുർ സാമ അഥർവാക്യ. ഋഗ് യജുസ് സാമം അഥർവം എന്നു പേരോട് കൂടിയ ചത്വാര വേദ 4 വേദങ്ങൾ ഉദ്ധൃത ഇതിഹാസ പുരാണം ച ഇതിഹാസവും പുരാണവും പഞ്ചമവേദ 5ാമത്തെ വേദം ഉച്യതേ എന്ന് പറയപ്പെടുന്നു. ഉദ്ധൃത എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഋക്ക് യജുസ് സാമം അഥർവം എന്ന പേരുകളോടുകൂടിയ വേദങ്ങളെ 4 ഭാഗങ്ങളാക്കി ഇതിഹാസം പുരാണം എന്ന നാമങ്ങളോടുകൂടി വേദസാരങ്ങളെ തന്നെ മറ്റൊരു സമ്പ്രദായത്തിൽ പറയുന്നത് കൊണ്ട് ആ വിഭാഗത്തെയും 5ാമത്തെ വേദം എന്ന് പറയുന്നു. ആ ഇതിഹാസ പുരാണങ്ങളെ 5ാമത്തെ വേദം എല്ലാം വേദവ്യാസമുനി ഉണ്ടാക്കിയതാണ്. വേദങ്ങളെ 4 ഭാഗങ്ങളാക്കി അതിനുശേഷം ഇതിഹാസം പുരാണം എന്ന നാമങ്ങളെ ഒടുകൂടി വേദസാരങ്ങളെ തന്നെ മറ്റൊരു സമ്പ്രദായത്തിൽ അദ്ദേഹം 5ാമത്തെ വേദം എന്ന വിധത്തിൽ ഉണ്ടാക്കി. ആ ഇതിഹാസ പുരാണങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ച ഇതിഹാസ പുരാണങ്ങളെ 5ാമത്തെ വേദം എന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ ജനങ്ങളുടെ നന്മയ്ക്കായിക്കൊണ്ട് വേദസമ്പ്രദായത്തെ അദ്ദേഹം 4ആയി വിഭജിച്ചു എന്ന് പറഞ്ഞു. ആ 4 വിഭാഗത്തിൻ്റെ പേരുകളാണ് ഋഗ് യജുസ് സാമം അഥർവം. അതിനുശേഷം അതിൻ്റെ സാരങ്ങൾ തന്നെ ഉൾക്കൊള്ളുന്ന ഇതിഹാസവും പുരാണവും ഒക്കെ സൃഷ്ടിച്ചു. ഇതിനെ 5ാമത്തെ വേദം എന്ന് പറയപ്പെടുന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഋഗ്യജുർസാമദർവാക്യ വേദാ ചത്വാര ഉദ്ധൃതാ ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.